ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മഫുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 17ാമത്തെ പാഠമാണ്. ലുക്കുത്തത്ത്, കളഞ്ഞു കിട്ടിയ വസ്തു. സംരക്ഷണം അർഹിക്കുന്ന കളഞ്ഞുപോയ ധനത്തിൽ നിന്നും ലഭിച്ചതാണ് ലുക്കുത്തത്ത്. സയ്യിദ് ബിൻ ഖാലിദ് ജുഹ്നി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് കളഞ്ഞു കിട്ടിയ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിച്ചു. തദവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിൻ്റെ കയറിനെയും പാത്രത്തെയും നീ മനസ്സിലാക്കുക. പിന്നീട് ഒരു വർഷം പരസ്യപ്പെടുത്തുക. അതിൻ്റെ ഉടമ വന്നാൽ അയാൾക്കത് നൽകുകയും വന്നിട്ടില്ലെങ്കിൽ നീ എടുക്കുകയും ചെയ്യുക. ഒരാൾ ഒരു കളഞ്ഞുപോയ വസ്തുവിനെ കണ്ടാൽ അതിനെ എടുക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാം. എന്നാൽ വിശ്വസ്തയോടെ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നുറപ്പുള്ളവനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അത് എടുക്കലാണ്. കേടുവരുമെന്ന് പേടിയില്ലാത്തൊരു വസ്തു ഒരാൾക്ക് കളഞ്ഞു കിട്ടിയാൽ അങ്ങാടിയിലും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലും ഒരു വർഷം അതിനെ പരസ്യപ്പെടുത്തണം. അതിൻ്റെ ഉടമ വന്നാൽ അത് അയാൾക്ക് കൊടുക്കുകയും വന്നില്ലെങ്കിൽ ഞാൻ അതിനെ ഉടമപ്പെടുത്തി എന്ന പദം കൊണ്ട് ഉടമപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിറ്റ് അതിൻ്റെ വില സൂക്ഷിക്കുകയോ ചെയ്യണം. ഭക്ഷണം, പഴം പോലെയുള്ള കേട് വരുന്നൊരു വസ്തുവിനെയാണ് ഒരാൾക്ക് കളഞ്ഞു കിട്ടുന്നതെങ്കിൽ അതിനെ ഉടമപ്പെടുത്തി ഭക്ഷിച്ച വിലക്ക് കടക്കാരനാവുകയോ വിൽക്കുകയോ ചെയ്ത് പരസ്യപ്പെടുത്തണം. അതിൻ്റെ വിലയെ ഉടമപ്പെടുത്തണമെങ്കിൽ അതിനെ വിറ്റതിന് ശേഷവും അതിനെ പരസ്യപ്പെടുത്തണം. ഇനി അതിൻ്റെ ഉടമ വന്നാൽ തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വിലയും വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയും നൽകണം. സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഉടമ അവഗണിക്കും. അങ്ങനെയുള്ള നിസ്സാര വസ്തുക്കൾ കളഞ്ഞു കിട്ടിയാൽ പരസ്യം ചെയ്യാതെ എടുക്കാവുന്നതാണ്. ഹറമിൽ നിന്നും കളഞ്ഞു കിട്ടിയ വസ്തു സംരക്ഷിക്കാൻ വേണ്ടിയല്ലാതെ എടുക്കൽ അനുവദനീയമല്ല. അതിനെ എന്നെന്നും പരസ്യം ചെയ്യൽ നിർബന്ധമാണ്. സ്വന്തം ശക്തി കൊണ്ടു ചെറിയ വന്യമൃഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിയാത്ത ആട് പോലെയുള്ള ജീവികൾ അതിനെ കളഞ്ഞു കിട്ടിയാൽ ഉടമപ്പെടുത്താൻ വേണ്ടി എടുക്കൽ അനുവദനീയമാണ്. വിജനമായ സ്ഥലത്ത് നിന്നാണ് അത് ലഭിച്ചതെങ്കിൽ 3 കാര്യത്തിൽ അവന് ഇഷ്ടമുള്ളത് ചെയ്യാം. അതിനെ പരസ്യം ചെയ്ത് ഉടമപ്പെടുത്തുകയോ വിറ്റ് വില സൂക്ഷിച്ച് പരസ്യം ചെയ്ത് ഉടമപ്പെടുത്തുകയോ അതിനെ ഭക്ഷിച്ച് വിലക്ക് കടക്കാരനാവുകയോ ചെയ്യാം. ഉടമ വന്നാൽ നൽകണം. ജനവാസമുള്ള സ്ഥലത്ത് നിന്നാണ് കളഞ്ഞു കിട്ടിയതെങ്കിൽ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ അവന് ചെയ്യാം. ഒരാൾ ഒരു കളഞ്ഞുപോയ വസ്തു കാണുകയും അറിയാൻ വേണ്ടി അതെടുത്തു അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്താൽ അവൻ അതിന് ഉത്തരവാദിയാകും. അതിനെ തൻ്റെ കാൽ കൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഇളക്കി അവിടെ ഉപേക്ഷിച്ച് പോയാൽ അതിന് ഉത്തരവാദിയാവുകയില്ല. മതിലിന് പുറത്ത് വീഴുന്ന പഴം ആളുകളെടുക്കൽ പതിവില്ലെങ്കിൽ അത് എടുക്കൽ ഹറാമാണ്. എന്നാൽ ആളുകൾ എടുക്കൽ പതിവുണ്ടെങ്കിൽ വിരോധമില്ല. തദ്രീബാത്ത് പരിശീലനങ്ങൾ. മാ ലുക്കുത്തത്തു, കളഞ്ഞു കിട്ടിയ വസ്തു എന്നാൽ എന്ത്? വഹിയ മാ വജദ മിൻ മാലിൻ സാഇ മുഹ്തറമ, സംരക്ഷണം അർഹിക്കുന്ന കളഞ്ഞുപോയ ധനത്തിൽ നിന്നും ലഭിച്ചതാണ് ലുക്കുത്തത്ത്. മാദാ യഫ്അലു ഇദാ മാ വജദ മാ യഖ്ശാ ഫസാദഹു, കേടുവരുമെന്ന് പേടിക്കുന്ന വസ്തു കളഞ്ഞു കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഫഇമ്മ യഅ്കുലുഹു മുതകല്ലിമൻ ലഹു വയഗ്രിമു ഖീമതിഹി ഔ ബൈഇ വയഉറു ബഅദ ബൈഇഹി, അതിനെ ഭക്ഷിച്ച് അതിൻ്റെ വിലക്ക് കടക്കാരനാവുകയോ വിറ്റ് പരസ്യപ്പെടുത്തുകയോ ചെയ്യണം. മൻ വജദ ശൈഅൻ ലാ യഖ്ശാ ഫസാദഹു ഫമാദാ യഫ്അൽ, കേടുവരുമെന്ന് ഭയമില്ലാത്ത വസ്തു കളഞ്ഞു കിട്ടിയാൽ എന്ത് ചെയ്യണം? അറഫഹു സനത്തൻ ഫിൽ അസ്വാഖി വമുജ്തമഅൻ നാസി, അങ്ങാടിയിലും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലും അതിനെ ഒരു വർഷം പരസ്യപ്പെടുത്തണം. ഹൽ യജിബു തഅരീഫുൽ ഹഖ്ബീറില്ലദി യഅരിദു അൻഹു ഫാഖിദുഹു, നഷ്ടപ്പെട്ടാൽ അതിനെ ഉടമ അവഗണിക്കും. അങ്ങനെയുള്ള നിസ്സാര വസ്തുക്കൾ കളഞ്ഞു കിട്ടിയാൽ പരസ്യപ്പെടുത്തണോ? ലാ യജിബുൽ തഅരീഫു, പരസ്യപ്പെടുത്തൽ നിർബന്ധമില്ല. മാ ഹുക്കുമു അഖദു മാ സഖത ഖാരിജൽ ജിദാരി മിനൽ സമരി, മതിലിന് പുറത്ത് വീണ പഴം എടുക്കുന്നതിൻ്റെ വിധി. മാ സഖത മിൻ സമരി ഖാരിജിൽ ജിദാരി ഇൻ ലം യഖ്തദു ഇബാഹത്തുഹു ഹറമു അഖദഹു വഇൻ യഖ്തദി ഇബാഹത്തിൽ ഹല്ല, മതിലിന് പുറത്ത് വീഴുന്ന പഴങ്ങൾ സാധാരണ ആളുകൾ എടുക്കൽ പതിവാണെങ്കിൽ ഹലാലും അല്ലെങ്കിൽ ഹറാമുമാണ്. അൽ ഖിസാലു സലാസത്തു ലത്തീ ഫിൽ ഹയാനി ഇദാ വജദ മിനൽ മഫാസാതി മാഹിയ, വിജനമായ ഭൂമിയിൽ ഒരാൾ ജീവിയെ കളഞ്ഞു കിട്ടിയാൽ ചെയ്യാവുന്ന 3 കാര്യങ്ങൾ. അതിനെ പരസ്യപ്പെടുത്തി ഉടമപ്പെടുത്തുക. അർഫത്തുൽ വ തംലീകുഹു ഔ ബഅഹു വ ഖഫല സമനിഹി വ അർഫഹു സുമ്മ തംലീകുഹു ഔ അഖലഹു വ അസ്മു ഖീമതുഹു, അതിനെ പരസ്യപ്പെടുത്തി ഉടമപ്പെടുത്തുകയോ മാർക്കറ്റ് വില സൂക്ഷിച്ച് വിറ്റ് വില സൂക്ഷിച്ച് പരസ്യപ്പെടുത്തുകയോ അതിനെ ഭക്ഷിച്ച് വിലക്ക് കടക്കാരനാവുകയോ ചെയ്യാം. നുകമ്മിൽ വനുതർജിമു, പൂരിപ്പിക്കുക, പരിഭാഷപ്പെടുത്തുക. ജാഅ റജുലു ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഫസ് അല അനിൽ ലുക്കുതത്തിൽ ഫക്കാല ഐറിഫു ഇഫാസഹ വക്കിഹ സുമ്മ അറഫഹ സനത്തം ഫൈൻ ജാ സാഹിബുഹ വൈല്ല ഫഷ് അനക്ക ബിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് കളഞ്ഞ കിട്ടിയ വസ്തുവിനെ കുറിച്ച് ചോദിച്ചു. തദവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ കയറിനെയും പാത്രത്തെയും നീ മനസ്സിലാക്കുക. പിന്നീടൊരു വർഷം പരസ്യപ്പെടുത്തുക. അതിൻ്റെ ഉടമ വന്നാൽ അയാൾക്കത് നൽകുകയും വന്നിട്ടില്ലെങ്കിൽ നീ എടുക്കുകയും ചെയ്യുക. നക്തബുൽ മഅന അർത്ഥം എഴുതുക. അഫാസുൻ കയറ്, വികാ പാത്രം, ഹക്കീറ് നിസാര വസ്തു, സിബാ വന്യജീവി, മഫാസത്ത് വിജനസ്ഥലം, ഫാക്കിദ് നഷ്ടപ്പെട്ടവൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.